വർഷം സ്റ്റാർട്ട് ചെയ്ത മുതൽ നമുക്കുള്ള ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ഈ വർഷം ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത്. യെസ്, അതിലൊരു തീരുമാനം നമുക്ക് ഇന്ന് ആക്കണം. കാരണം നമ്മൾ കുറെ ഇങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഇപ്രാവശ്യം ഓണ പരീക്ഷ ഉണ്ടാവില്ല, ഉണ്ടാവുമോ അല്ലെ, അങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ഡാറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓണ പരീക്ഷ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ അവസാനം വരെ കാണുക. ഓക്കെ. അപ്പം നമുക്കറിയാം എല്ലാ വർഷവും നമ്മുടെ വിദ്യാഭ്യാസ കലണ്ടർ ഔട്ട് ആവാറുണ്ടല്ലേ, അതിന്റെ PDF ആണ് നിങ്ങൾക്ക് തൊട്ട് ബാക്കിലായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. അതായത് നമ്മുടെ കേരള സർക്കാർ എല്ലാ സ്കൂളുകളിലും എന്തൊക്കെ ഇവന്റുകളാണ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ സ്കൂളാവുന്ന സമയത്ത് നമുക്ക് കലോത്സവങ്ങൾ ഉണ്ടാവും, സ്പോർട്സ് ഉണ്ടായിരിക്കും അല്ലെ, അങ്ങനെ ഒരുപാട് ഇവന്റുകൾ ഉണ്ട്. അതേപോലെ തന്നെ മീറ്റിങ്ങുകൾ, എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള അതിന്റെ ഡീറ്റെയിൽസ് ഓരോ ദിവസവും എന്തൊക്കെയാണ്, നിങ്ങളുടെ ഹോളിഡേയ്സ് ഏതൊക്കെയാണ്, എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ വിദ്യാഭ്യാസ കലണ്ടറിൽ ഉണ്ടാവുക. അധിക പ്രവൃത്തി ദിവസങ്ങൾ അടക്കം ഉണ്ടാവും. അതൊക്കെ പ്രത്യേകം പച്ച കളറിൽ ഇങ്ങനെ കാണാം. ചില മാസങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലേ എവിടെ യെസ് ദാ കണ്ടില്ലേ, 26-ാം തീയതി, ഇത് ഏതാ മാസം, ജൂലൈ അല്ലേ? ജൂലൈ 26-ാം തീയതി UP ഹൈസ്കൂൾ പ്രവൃത്തി ദിനം എന്നൊക്കെ കൊടുത്തത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കലണ്ടറാണ്, വിശ്വസിക്കാൻ പറ്റുന്ന കലണ്ടറാണ്, ഗവൺമെന്റ് പുറത്തുവിടുന്ന കലണ്ടറാണ്. അതിൽ നമുക്ക് ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ ചില കാര്യങ്ങൾ കാണുകയുണ്ടായി. അത് നിങ്ങളെ എല്ലാവരെയും അറിയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളൊക്കെ ആകാംക്ഷയിലായിരിക്കും, നേരത്തെ പഠിച്ചു തുടങ്ങണോന്നുള്ള ചിന്തിക്കുന്ന കുട്ടികൾ വരെ ഉണ്ടാവും അല്ലെ. അപ്പൊ എന്തായാലും എക്സാം ഒന്നും ഇല്ലല്ലോ, റിലാക്സ് ആയിട്ട് ഇരിക്കാലോ, അങ്ങനെ കരുതുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓണപരീക്ഷ സാധാരണഗതിയിൽ നടക്കുന്ന ആ മാസത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓഗസ്റ്റിലാണ് നമ്മുടെ എക്സാംസ് സാധാരണയായിട്ട് നടക്കാറ്. ഇതാണ് നമ്മളുടെ വിദ്യാഭ്യാസ കലണ്ടറിലെ ഓഗസ്റ്റിന്റെ കലണ്ടർ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ ലീവുകൾ ഇപ്പോ നോക്കിക്കേ, സ്വാതന്ത്ര്യ ദിനം, അതേപോലെ തന്നെ നിങ്ങളുടെ പ്രവൃത്തി ദിവസം ഒക്കെ കാണാൻ പറ്റും. അതിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ അതിൽ കാണുന്നുണ്ടാവില്ല, പക്ഷേ നമ്മളൊന്നിങ്ങനെ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ സെക്കൻഡറിന്റെ താഴത്ത് 20 എന്ന് പറഞ്ഞിട്ട് എന്ത് തന്നിട്ടുണ്ട്, ഒന്നാം പാദവാർഷിക പരീക്ഷയുടെ ആരംഭം, അതായത് 20-ാം തീയതി ഓഗസ്റ്റ് 20-ന് നിങ്ങളുടെ ഫസ്റ്റ് ടേം എക്സാം, അതായത് ഓണം എക്സാം ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. അതേപോലെ തന്നെയാണ് ഹയർ സെക്കൻഡറിയുടെ ഭാഗത്തും ഒന്നാം പാദവാർഷിക പരീക്ഷ 18 തൊട്ട് 29-ാം തീയതി വരെ ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഈ സെക്കൻഡറി ഹയർ സെക്കൻഡറി എന്ന് പറയുമ്പോൾ 8 മുതൽ +2 വരെയാണ്. അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ നമ്മുടെ UPയിലും LPയിലും പഠിക്കുന്നവർക്ക് ഉണ്ടാവും. എങ്ങനെയാണോ ഹയർ സെക്കൻഡറി അതുപോലെ ഹൈസ്കൂളിലൊക്കെ നടക്കുന്നത്, അതേപോലെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക UP സ്കൂളിലും നടക്കുന്നുണ്ടാവും. ഓണപ്പരീക്ഷ നിങ്ങൾക്കും ഉണ്ടാകും എന്നുള്ള സൂചന തന്നെയാണ് ഈ ഒരു കലണ്ടർ തരുന്നത്. ഇതിവിടെ പ്രത്യേകം കൊടുക്കാത്ത ചിലപ്പോൾ ഇങ്ങനെ ഇതുള്ളത് കൊണ്ടായിരിക്കും. അതായത് ചില സ്കൂളുകളുണ്ട്, ഇൻഡിപെൻഡൻറ്റ് സ്കൂളുകളും അതുപോലെ അറ്റാച്ച്ഡ് അല്ലെ, ഹൈസ്കൂളുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്കൂളുകളും, അങ്ങനെ ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്കൂളുകളുണ്ടല്ലോ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ടാന്ന് കരുതിയിട്ടായിരിക്കും അതിൽ കൊടുക്കാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും 8 മുതൽ +2 വരെയുള്ള കുട്ടികളുടെ കാര്യം ഇവിടെ തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് UPയിലും എക്സ്പെക്ട് ചെയ്യാം. ഇനി നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസംബറിലേക്കാണ് പോകേണ്ടത്. ക്രിസ്മസ് പരീക്ഷ ഉള്ളപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ സാന്റാക്ലോസിനെ പിണക്കാൻ പറ്റുമോ? അതെ, സ്വാഭാവികമായിട്ടും ഓണം എക്സാം ഉണ്ടെങ്കിൽ ക്രിസ്മസ് എക്സാം ഇല്ലാതിരിക്കില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ ഡിസംബറിന്റെ കലണ്ടറിലേക്ക് ഡിസംബർ കലണ്ടറിന്റെ താഴോട്ടേക്ക് പോകുകയാണെങ്കിലും നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ 11 മുതൽ 18 വരെ നിങ്ങൾക്ക് 2-ാം പാദവാർഷിക പരീക്ഷ അഥവാ ക്രിസ്മസ് എക്സാം ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് അത്യാവശ്യം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് തന്നെയാണ്. അപ്പം ഒരുപാട് പേര് വിചാരിച്ചിട്ടുണ്ടാവും, അയ്യോ ഓണ പരീക്ഷയില്ല, ക്രിസ്മസ് പരീക്ഷയില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് പഠിച്ചു തുടങ്ങണം അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കിനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഓണ പരീക്ഷയ്ക്ക് അല്ലേ. നമ്മൾ നേരത്തെ കണ്ടതുപോലെയാണെങ്കിൽ ആഗസ്റ്റ് ലാസ്റ്റ് വീക്കിൽ എക്സാം നടക്കും. ഇപ്പോൾ ജൂലൈ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ 4-ാം തീയതി 5-ാം തീയതി അല്ലേ, അല്ല 5-ാം തീയതി ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മാസം അല്ലെങ്കിൽ ഒരു 1.5 മാസം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിച്ചു തീർക്കാനുണ്ട്. പുതിയ സിലബസ് വന്നവരുണ്ട്, കഴിഞ്ഞ വർഷം പുതിയ ബുക്ക് മാറിയവരുണ്ട് അല്ലേ. അങ്ങനെ ഒരുപാട് വെല്ലുവിളികളാണ് നമുക്ക് ഈ ഒരു വർഷം ഉള്ളത്. അപ്പോൾ മക്കളെ നിങ്ങൾ പേടിക്കണ്ട.
പേടിക്കാൻ വേണ്ടി പറയുന്നില്ല. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, ഇപ്പോൾ ഒരുപാട് ബാച്ചുകളൊക്കെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കുട്ടികളൊക്കെ നന്നായിട്ട് പഠിച്ചു പോകുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു അവസരമുണ്ട്. നമ്മളുടെ ഫൈനൽ ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ കറക്റ്റ് ടൈം ടേബിൾ അനുസരിച്ച് ആദ്യം മുതൽ നിങ്ങളെ പഠിപ്പിച്ച് ഈ ഓണം എക്സാമിന് മുമ്പ് ഫുൾ ഓൺ പവർ ആക്കി കോൺഫിഡൻസ്, ഇപ്പൊ ഇനി അയ്യോ പഠിച്ചിട്ട് ഇനി കിട്ടുമോ എന്നൊക്കെ വിചാരിക്കുന്ന മക്കളുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ബാച്ചുകളിലേക്ക് നമ്മളിവിടേക്ക് കൊടുക്കും. ഓക്കെ, തീർച്ചയായിട്ടും ഒരു പേടിയും പേടിക്കണ്ട. ഓൾറെഡി നേരത്തെ ജോയിൻ ചെയ്തവരുണ്ടാവും, അവർ ഒരു പടി മുന്നിലാണ് എന്ന് കരുതി ഇനിയും ജോയിൻ ചെയ്യാത്തവർ പിറകിലാണ് എന്നല്ല. ഇനിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, പറ്റ പിറകിലായി പോവാം. പരീക്ഷക്ക് നിങ്ങൾക്ക് എന്താ പറയുക, വിചാരിക്കുന്ന പോലെ എഴുതാൻ പറ്റാതെ പോയെന്ന് വരാം. അപ്പോൾ ഇനി എന്ത് ചെയ്യരുത്, റിസ്ക് എടുക്കരുത്. ഇതാണ് റൈറ്റ് ടൈം. ഇനിയും എന്ത് ചെയ്യരുത്, ഇനി ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കരുത്. എല്ലാവരും എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വിവരം നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക. കാരണം ഒരുപാട് പേര് കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ്, പഠിക്കാതിരിക്കുന്നുണ്ടാവും. സോ അവരോടൊക്കെ പറയാ ഇനി പഠിക്കേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഫ്രണ്ട്സിനെ എല്ലാവരും അറിയിക്കാം. അപ്പൊ എല്ലാവരും ഗെറ്റ് റെഡി. ഓക്കെ, എല്ലാവരും റെഡി, ഐ ആം റെഡി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.